ജോലിക്കാർക്ക് വരെ ഒരു സാലറി ഉള്ളവർ വരെ ഇപ്പൊ ആ വണ്ടിയെ തള്ളിക്കയറി പോകുന്നുണ്ട്. ഇന്നാണ് ശമ്പളം വാങ്ങിക്കോളി 200 രൂപ. 2 പിള്ളേരുണ്ട് എനിക്ക്. ഇതിന് 200 രൂപ ഞാൻ എന്നൊക്കെ ചെയ്യണം. വണ്ടി കയറ്റിടാന്നല്ല എന്നെ ചെയ്യാൻ പറ്റും. 3 മാസം കൊണ്ട് 10,000 രൂപ ടാക്സ് കുറച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഞങ്ങൾക്ക്. ഒരു ദിവസം 1,500 2,000 രൂപ കുറവ് വരുന്ന ഒരു സർവീസ് ബസ്സിനകത്ത് വേറെ വരുമാന സ്രോതസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പുള്ളി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. ഓട്ടോമാറ്റിക് അവരുടെ പുറകെ വണ്ടിയെ കയറി പോവുക. പെണ്ണുങ്ങളും ഇല്ല, ഇപ്പൊ ആണുങ്ങളും ഇല്ല. നമസ്കാരം, താടൈ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സ്വകാര്യ ബസ് മേഖലയ്ക്ക് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അവരുടെ പ്രതിമാസ വരുമാനം കുറഞ്ഞു, ബസ്സുകളിൽ ആളുകൾ കയറുന്നില്ല. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് ട്രോളുകളും മീമുകളൊക്കെ കാണാനിടയായി. ഭയങ്കര കുത്തി നിറച്ച് കാലുകുത്താൻ സ്ഥലമില്ലാതെ പോകുന്ന പ്രിയദർശിനി ബസ്സുകളും അതുപോലെ കാലിയായ സീറ്റുകളുമായി പോകുന്ന സ്വകാര്യ ബസ്സുകളുടെയൊക്കെ ദൃശ്യങ്ങൾ കാണാനിടയായി. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാഗമ്പടം സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ജീവനക്കാരോട് തന്നെ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കാം. പ്രൈവറ്റ് ബസ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പ്രതിസന്ധി നിൽക്കുക. എന്നാന്ന് വെച്ചാല് 2,000 രൂപ 3,000 രൂപ കയ്യിൽ നിന്നിട്ടാണ് ഡീസൽ അടിക്കുന്നത് ഓരോ ദിവസവും. അതുപോലെ തന്നെ ഞങ്ങളുടെ ശമ്പളത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും 10,200 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പൊ അത് മാറിയിട്ട് 700, 600, 800 രൂപ ആയിരിക്കാം ഞങ്ങളിപ്പോ ജോലി ചെയ്യുന്നത്. സ്റ്റോപ്പിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു 10 പേരുള്ള സ്റ്റോപ്പിൽ 2 പേര് തികച്ചു പോലും വണ്ടിക്കകത്ത് കയറുന്നില്ല. ബാക്കി 8 പേര് അവിടെ തന്നെ നോക്കിയിരിക്കുക. എല്ലാവർക്കും അറിയാം പുറകെ KSRTC വരുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ചുമ്മാ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പോയിട്ട് തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ വൈക്കം സ്റ്റാൻഡിൽ ചെന്നാൽ നമ്മൾ ചുമ്മാ സ്റ്റാൻഡിൽ കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കാരെല്ലാം നമ്മുടെ ഫ്രണ്ടിൽ കൂടെ KSR സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. ചുമ്മാ അവിടെ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കളക്ഷൻ വളരെ കുറവാണ്. പ്രിയദർശിനി വന്ന പിന്നെ ഒരു 3,000 രൂപ 3,500 രൂപയുടെ വ്യത്യാസമാണ്. ബസ് മേഖല തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും പൊളിഞ്ഞിരിക്കുകയാണ് മൊത്തത്തിൽ. കാരണം 10,000, 5,000, 6,000 രൂപ വ്യത്യാസം വന്നിരിക്കുന്നു. നേരത്തെ ഓടിക്കുന്നത് ഡീസലിന് വ്യത്യാസമില്ലല്ലോ. ആ പഴയ ഡീസൽ തന്നെ നമുക്ക് വേണം. പിന്നെ യാത്രക്കാരുടെ ഇതാണ് ശരിക്കും നമുക്ക് താങ്ങാൻ പറ്റാത്തതിന്റെ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ കൂട്ടത്തിൽ കൊണ്ട് പ്രിയദർശിനി ബസ് ഞങ്ങളുടെ കൂട്ടത്തിൽ അരമണിക്കൂർ കഴിഞ്ഞ് പോകേണ്ട വണ്ടി വന്ന് പിടിച്ചാലും ഈ വനിതാ യാത്രക്കാർ ആ വണ്ടിയിൽ മാത്രമാണ് യാത്ര ചെയ്യത്തുള്ളൂ. അത് ഞങ്ങളെ സംബന്ധിച്ചത് ഇപ്പൊ ഈ വണ്ടി പോകുന്ന നോക്കും, സീറ്റിംഗ് പോലും ഇല്ലാതെയാണ് ഈ വണ്ടി പോകുന്നത്. നിലയാളുമായിട്ട് പോയിക്കൊണ്ടിരുന്ന ട്രിപ്പായത്. ഇതൊന്ന് ഡീസൽ അടിക്കണം 103 രൂപ ഇപ്പം 1 ലിറ്റർ ഡീസലിന്. ശമ്പളം ഇതെല്ലാം കൂടെ കഴിഞ്ഞ വെറും കിട്ടുന്നത് 500 രൂപ തൊട്ട് 1,000 രൂപ വരെ ഉള്ളു. ഈ 1,000 രൂപ ഇവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, ഇവർക്കും പല ചെലവുകളുണ്ട്. ഇത് കുറയ്ക്കാൻ പറ്റിയല്ല. ആ കൊടുക്കുന്ന കാശ് ഇവർക്ക് കൊടുത്തോണ്ടിരിക്കണം. ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഇവർക്ക് ശമ്പളം കൊടുക്കണം. ഇവർക്ക് ഒരാൾക്ക് കൊടുക്കാനൊന്നുമില്ല. വണ്ടിയുടെ കണ്ടക്ടറാണ് നിൽക്കുന്നത്. ചുമ്മാ ഓടി വെച്ച് ഞങ്ങൾക്ക് ശമ്പളവും തന്നു, ഡീസലും അടിച്ച് ഇതവിടെ കൊണ്ടിട്ട് രാവിലെ ഞങ്ങളുടെ തന്നു വിടുന്ന ഇതിന്റെ തേയ്മാനം ഇതിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പുള്ളിക്ക് ഒന്നുമില്ല. ഞങ്ങളുടെ സർവീസിൽ ഡെയിലി ഒരു 3,000 രൂപ 3,500 രൂപയുടെ നഷ്ടം നിലവിലുണ്ട്. 14 രൂപ 15 രൂപ ഓടുന്ന വണ്ടി 11 രൂപ 12 രൂപയ്ക്ക് ഇപ്പോൾ വണ്ടി ഓടുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ആവറേജ് ഒരു 8,000 രൂപ ഡീസലാവുന്നുണ്ട്. 2 പേരുടെ ശമ്പളം, സ്റ്റാൻഡ് ഫീസ്, മറ്റ് ചിലവും കഴിഞ്ഞിട്ട് വണ്ടിക്ക് ഇപ്പം ചിലവ് നടന്നു പോകാനുള്ള പൈസ മാക്സിമം കിട്ടുന്നുള്ളൂ. പിന്നെ വണ്ടിയുടെ മെയിൻ്റനൻസിൻ്റെ യാതൊരു തുകയും കൂട്ടുന്നില്ല. നിലവിലെ സാഹചര്യം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ സമരം ചെയ്യാനൊക്കെ പറയാൻ നടപടിയുള്ള കാര്യമല്ല. സമരം ചെയ്യുന്നുണ്ട് കാര്യമാകുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ വണ്ടി കയറ്റിയിട്ട് ഞങ്ങളുടെ വീട്ടുകാരിനുള്ള ഈ സംഭവം കൂടെ മുടങ്ങിപ്പോകും. അതുകൊണ്ട് സമരം കാര്യമല്ല. സർക്കാർ ഇതിന് എന്തെങ്കിലും നമ്മളെ സഹായിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തുവോ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരുത്താതെ മുന്നോട്ട് പോക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അല്ല, മന്ത്രി പറഞ്ഞു നമ്മള് ബസ്സുകളിലൊക്കെ വേറെ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനോടെന്താണ് പറയുന്നത്? ബസ്സിലൊക്കെ വേറെ ബിസിനസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അതൊക്കെ ഏത് അർത്ഥത്തിലാ പുള്ളി എന്താ ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു സർവീസ് ബസ്സിനകത്ത് വേറെ വരുമാന സ്രോതസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പുള്ളി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. ആളില്ല, ആള് ഇപ്പം എല്ലാവരും മാറി നിൽക്കുക. വണ്ടി KSRTC വരുമ്പോൾ എല്ലാവരും മാറി നിൽക്കും. അതുകൊണ്ട് കളക്ഷനൊക്കെ നേരെ പകുതിയായി. ഒന്നുമില്ല. ഒരു ചാനലിൽ 1,000 രൂപ 1,500 രൂപ വ്യത്യാസമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, പ്രയോജനമൊന്നുമില്ല. ഇത് രാവിലെ 4 മണി മുതൽ ഞങ്ങൾ ജോലിക്ക് ഇറങ്ങുന്നത്. വൈകിട്ട് 8 മണി 10 മണിയാകും വീട്ടിൽ ചെല്ലും. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ തൊഴിലാളികളുടെ കാര്യം കൂടെ നിറവേറ്റി തരണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ സാമ്പത്തികമുള്ള ആൾക്കാരൊന്നും അല്ല ഈ വണ്ടിയെ പോകുന്നത്. അവര് ചിട്ടിയുണ്ട്. ഓരോരുത്തർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി 10, 200, 300 രൂപ വെച്ച് ഡെയിലി ചിട്ടി അടയ്ക്കുന്ന ആൾക്കാരാണ്.
അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അതുപോലെ ഉണ്ട്. അപ്പോൾ ഈ 600 രൂപ 700 രൂപ എന്ന് കിട്ടിയാൽ മുതലാകുന്ന ഒരു സാഹചര്യമല്ല. തൊഴിലാളികളെ സംബന്ധിക്കുന്ന പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് 650 രൂപ ശമ്പളമാണ്. ബാക്കി വരുന്ന ഓരോ 1000 രൂപയ്ക്ക് ഞങ്ങൾക്ക് ബാറ്റായ കിട്ടുന്നു. ഇപ്പം ഞങ്ങൾക്ക് ബാറ്റായില്ല. ഞങ്ങൾ 700 രൂപ 750 രൂപയ്ക്ക് ഒരു ദിവസം പണിതിട്ട് പോകുന്നു. 1000 രൂപ 1200 രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ഞങ്ങളാണ്. നമ്മുടെ കുടുംബം കഴിയണ്ടേ? ഇപ്പം പറഞ്ഞതുപോലെ ഈ 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ ശമ്പളം മേടിക്കുന്നവർ ഇതിൽ സൗജന്യം കൈപ്പറ്റുക. അതല്ലാതെ ഇതിന് ഒരു അടിസ്ഥാന സംവിധാനം ഉണ്ടാക്കണം. ഒന്നുകിൽ ശമ്പള അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പ്രായ അടിസ്ഥാനത്തിൽ, അംഗവൈകല്യമുള്ളവർ അവർക്കൊക്കെ ഫ്രീ കൊടുക്കുക. അല്ലാതെ ഈ രണ്ട് പ്രസ്ഥാനവും പ്രൈവറ്റ് മേഖലയും കോർപ്പറേഷനും നശിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തണം എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. സൗജന്യം കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു 60 വയസ്സ് പ്രായം മുകളിലോട്ടുള്ളവർക്കും വയ്യാത്ത ആൾക്കാർക്കും ഈ രോഗികൾക്കൊക്കെ സൗജന്യം കൊടുക്കണം. പിന്നെ ഈ KSRTC ഞങ്ങൾ പിള്ളേരെ ST കൊടുത്ത് കൊണ്ടുപോകും. ഈ KSRTCയിലും പിള്ളേരെ ST കൊടുത്ത് കൊണ്ടുപോകണം. ഇത്രയും ചെയ്താൽ മതി. പ്രിയദർശിനി വന്നു കഴിഞ്ഞപ്പോഴുള്ള കുഴപ്പമില്ല തോന്നി. അത് എല്ലാ യാത്രക്കാരും അങ്ങോട്ട് പോകും. പിന്നെ നമ്മുടെ സ്ഥിരം ടിക്കറ്റ് ഉണ്ട്, അവർ മാത്രമേ കയറുന്നുള്ളൂ. ബാക്കിയുള്ള അങ്ങോട്ട് പോകും. കളക്ഷനിൽ നല്ല അടുപ്പം നല്ല മാറ്റമുണ്ട്. ഡീസൽ വിലയും കൂടുതലാണ്.